ഗൈസ്, ഇന്ന് ഞങ്ങൾ രണ്ടും കൂടി ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോവാണ്. നമ്മളുടെ ലാസ്റ്റ് ഡേ ആണ് ഈ ക്ലിനിക്കിൽ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാരും വകവൊക്കെ ഒരു ഗിഫ്റ്റ് വാങ്ങാനാണ് ഞങ്ങൾ ഈ പോകുന്നത്. ഇപ്പോൾ എന്നെ മേത്തടിക്കുന്ന അത്ര എന്റേതല്ല, ഓൾഡതും ഇല്ല. വണ്ടിയിൽ ഉണ്ടായ മുതലാളിന്റെ അത്രയാണ് ഈ അടിച്ചോണ്ടിരിക്കുന്നത്. എന്തായാലും സാധനം കൊള്ളായിരുന്നു, നല്ല സ്മെല്ല് ഉണ്ടായിരുന്നു. മുതലാളി ഇതുവരെ വെള്ളം തൊടിക്കാണ്ട് എടുത്തു വെച്ച മുതലാളിന്റെ സ്വന്തം ഷൂസ് ആണ് നിങ്ങൾ ഇപ്പൊ ഈ കാണുന്നത്. ഇങ്ങനെ ടൗണിലൂടെ കുറച്ച് തപ്പിയിട്ടാണ് ഞങ്ങളൊരു കട കണ്ട്. ഏറെ വാടന ഇവിടെ ചെരുപ്പ് അലൗഡ് അല്ല പറഞ്ഞ് ഇവളെ ഇറക്കി വിട്ട് കടയിൽ. അങ്ങനെ പാവം പുറത്തു പോയി ചെരുപ്പെല്ലാം ഊരിയിട്ടിട്ട് പിന്നെ ഉള്ളിലേക്ക് കയറി വന്നു. പക്ഷെ ഞങ്ങൾ ആ കടയിൽ നിന്ന് എടുക്കണം എന്ന് വെച്ച് കയറിയതാണെങ്കിലും ഞങ്ങൾ അവിടെ നിന്ന് ഒന്നും എടുത്തില്ല. കാരണം കയറിയത് മുതൽ അവര് നമ്മളടുത്ത് ബിഹേവ് ചെയ്യുന്ന രീതി ഒട്ടും ശരിയല്ലായിരുന്നു. ഞങ്ങൾ ഒന്നും എടുക്കാതെ വന്നത് കണ്ടിട്ട് കിളി പോയിരിക്കുകയാണ് കാക്ക. കാറി തിരിച്ച് കയറിയത് മുതൽ ഇവള് സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാവം എന്റെ കുട്ടിക്ക് ശരിക്കും അവര് പറഞ്ഞത് നല്ലോണം ഫീൽ ആയിക്കി. അങ്ങനെ പിന്നെ ഞങ്ങൾ അടുത്ത കടയിൽ കയറി. സത്യം പറയാലോ ഇവരെ കസ്റ്റമേഴ്സിങ് അടിപൊളിയായിരുന്നു. ഇപ്പൊ നിങ്ങൾ എന്റെ ഈ കാണുന്ന ഈ ഡ്രസ്സാണ് ഞങ്ങൾ ഓക്ക് വേണ്ടി എടുത്തത്. മാറിന്ന് വീട്ടിലേക്ക് വിളിച്ചിട്ട് ഇറക്കി വിട്ട് സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓള്. എവിടെ കണ്ണാടി കണ്ടാലും ഒരു വീഡിയോയിൽ ഒരു ഫോട്ടോ നിർബന്ധമായോണ്ട് ഞങ്ങൾ അതങ്ങ് എടുത്തു. അങ്ങനെ അവിടെ ഡ്രസ്സ് എടുത്ത് ഞങ്ങൾ അടുത്ത കടയിൽ കയറി. ഇവിടെ നിങ്ങൾ ഇപ്പൊ ഈ കാണുന്ന ക്ലിപ്പ് ഞങ്ങൾ ഓക്ക് വേണ്ടി എടുത്താൽ തന്നെ മനൊരു സുഖിയില്ല, കുത്തനുണ്ട് പറഞ്ഞിട്ട് എനക്കും കൂടി മണപ്പിച്ചേരാണ് ഓള്. ഈ കടയിൽ അത്യാവശ്യം കമ്മലിനൊക്കെ നല്ല കളക്ഷൻ ഉണ്ട്. ആദ്യം തന്നെ ഒരു കടയിൽ കയറി ചടച്ചെങ്കിലും പിന്നെ 2 കടയിൽ കയറിയപ്പോ ഞങ്ങളെ മോഡൽ അങ്ങ് മാറി. ഇപ്പൊ നമ്മൾ കയറി ഈ കടയിലേക്ക് ആക്കാൻ നമുക്ക് വേണ്ട സാധനങ്ങൾ സെലക്ട് ചെയ്ത് തരുന്നുണ്ടായിരുന്നു. നമുക്കിനി കാക്കാൻ ഔട്ട്ഫിറ്റ് ഓർത്ത് നോക്കാം. ഇപ്പൊ ഡ്രസ് ഇഷ്ടമായ ആൾക്കാർ കാക്കാക്ക് പേഴ്സണലി മെസ്സേജ് അക്കൗണ്ട് വേണം ഞാൻ സെൻഡ് ആക്കി തരാം. അങ്ങനെ ഏകദേശം ഡ്രസ് ഓർണമെന്റ്സ് ഒക്കെ എടുത്തതിന് ഫ്രെയിം ഉണ്ടാക്കാൻ പോകണം. അങ്ങനെ കാറിൽ ഇറങ്ങി ഇപ്പൊ പോകുന്നത് ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കാനാണ്. അങ്ങനെ സ്റ്റുഡിയോയിൽ പോയിട്ട് ഫോട്ടോയും കൊടുത്ത് തിരിച്ചു വരുന്ന വഴിയാണ്. സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്ന ചേച്ചി അക്ഷയിലാറ്റിരിക്കുന്ന പോലെ ചേച്ചിന്റെ ഇരിപ്പ് ഒടുക്കത്തെ ചാടയാണ്. എന്ത് പറഞ്ഞാലും ഈ നമ്പർ കഴിച്ചു ഈ നമ്പർ കഴിച്ചു, എന്നാലും മോഡൽ എന്താണെന്നൊന്നും ചോദിക്കണേ ഉണ്ടായില്ല. അങ്ങനെ ആളെ ഓക്ക് 2 മിഠായിയും വാങ്ങി. മഴ തന്നെ ഇഷ്ടം ഉണ്ടാക്കിയാൽ മഴയത്ത് ഇറങ്ങി. ഇപ്പൊ നനഞ്ഞൊരു പിണ്ടി ആയിണ്ട്. ഇനി പോയിട്ട് ഡ്യൂട്ടി എടുക്കണം. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ക്ലിനിക്കിലേക്ക് പോവാണ്. മഴ അങ്ങ് പെയ്തപ്പോഴത്തേക്ക് രാത്രി ആയ പോലെ ഉണ്ടായിരുന്നു. കാക്കാന്റെ അടുത്ത് കണ്ടാലേറെ ഇനി ഞങ്ങളോട് ഒരു സ്ഥലത്തേക്കും വരില്ല. കാക്കന്ന് കുറച്ച് അധികം പോസ്റ്റ് അയക്കേനു. ക്ലിനിക്കിൽ എത്തിയോടെ ഞാൻ പോയി ഒരു ചായ പറഞ്ഞു. മഴയത്ത് കൂടെ വന്നോണ്ട് തന്നെ ഞാൻ ക്ലിനിക്കിലേക്ക് കയറിയ ഭാഗം ഫുള്ള് ചെളിയായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, മോപ്പെടുത്ത് അങ്ങ് തുടക്ക തന്നെ. അങ്ങനെ രാത്രി ഒരു 10 നമ്മളെ കൂട്ടാൻ വേണ്ടി ഒരു പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡർ വന്നു. ഹൗസ് കോൾ ആണ്. എത്തിയവിടെ തന്നെ ഷാഹിദ് ബെല്ലടിച്ച് മര്യാദ കാണിച്ച്. കത്തീറ്റർ ക്ലാമ്പ് ചെയ്ത് യൂറിൻ എടുക്കാനാണ് പോയത്. കത്തീറ്റർ ക്ലാമ്പ് ചെയ്തോണ്ട് തന്നെ 1/2 മണിക്കൂർ എടുക്കും യൂറിൻ എടുക്കാൻ. അങ്ങനെ യൂറിൻ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല മഴ. അപ്പൊ ശരി ഗൈസ്, ഞങ്ങൾ വേഗം ക്ലിനിക്കിലേക്ക് പോട്ടെ. ഇനി വേറൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.